ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട്. ഞാൻ 2-3 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. ബിഗ് ബോസിനെ പറ്റിയായിരുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 6 നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനത് എൻ്റെ ചാനലിൻ്റെ കണ്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ടോ അതുകൊണ്ടോ ഒന്നുമല്ല ഇട്ടത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി വിടുന്നുണ്ട്. അതും ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈ പ്രേക്ഷകരെല്ലാം തന്നെ സ്വന്തമായി തലച്ചോറുള്ളവരാണ്, ചിന്തിക്കാൻ അറിയാവുന്നവരാണ്, കണ്ണും കാതും ഒക്കെ ഉള്ളവരാണ്. അവരുടെ മൈൻഡിലേക്ക് വേണ്ടാത്ത കുറേ ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് തോന്നിയപ്പോഴാണ് എനിക്ക് എൻ്റെ ചാനലിലൂടെ കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്ന എനിക്ക് പെട്ടെന്ന് തോന്നി എന്തായാലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അതിൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ മേക്കപ്പോ ഒന്നും നോക്കിയില്ല. എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ഒരു ചെയ്തു. അപ്പോൾ ലെങ്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതാവുകയും ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് ഇടാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ അവസാന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോവുകയും ചെയ്തു. അപ്പം ഞാനതൊരു 2-3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോഴും എനിക്ക് സ്റ്റോറേജ് പ്രശ്നങ്ങളുള്ളതിനായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ലോങ് വീഡിയോ ഇട്ടാൽ തന്നെ എത്ര പേരിത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുറച്ചെങ്കിലും ആളുകൾ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയാൽ എനിക്കറിയാം എത്ര വ്യൂസ് കിട്ടി, അല്ലെങ്കിൽ എത്ര ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ട്. ആ വ്യൂ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചത് അത്രയും പേരെങ്കിലും അവരുടെ ഒരു നിലപാടിലോ സംസാരത്തിലോ എങ്കിലും ചിന്തകളിലോ എങ്കിലും മാറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ഇപ്പോൾ ചാനലുകൾ തന്നെ ഒരുപാടുണ്ട്, എത്രയോ നല്ല പ്രോഗ്രാമുകളുണ്ട്. അതിനൊന്നും ഇത്രയും എനിക്ക് തോന്നുന്നു കമൻസോ അല്ലെങ്കിൽ ആളുകൾ ഇടപെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പ്രോഗ്രാമിന് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രേക്ഷകന് ഒരു വലിയ പങ്കുണ്ട്. അതായത് വോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം പ്രേക്ഷകൻ്റെ വിചാരം ഞങ്ങളാണ് ഇവരെ ജയിപ്പിക്കേണ്ടത്, ഞങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സത്യമായിട്ട് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് നീങ്ങുന്ന രാജ്യമാണ്, സമ്മതിച്ചു. പക്ഷേ എത്ര നല്ല കാര്യങ്ങൾ വേറെ ഉണ്ട്, പ്രതികരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടേണ്ടതായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളും അതൊന്നും നമുക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി ഇതൊക്കെ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ മൊത്തം സാമ്പത്തിക പ്രശ്നങ്ങൾ, കടമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊക്കെ മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കാതെ ഈ ആവശ്യമില്ലാത്ത ഈ സില്ലി മാറ്റേഴ്സിനെ വലുതാക്കി കാണിച്ച് മറ്റുള്ളവരിലേക്ക് വിഷം കുത്തിവെച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ തമ്പനയിൽ കാണുമ്പോൾ, അതായത് ക്യാപ്ഷൻ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ പറയണം, അധപ്പതിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ ടൈപ്പ് ചെയ്തിടുന്നത്? അപ്പം അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, തലച്ചോറുണ്ട്. കാരണം അവരുടെ വർത്തമാനത്തിലറിയാം അവരെത്ര ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ടെന്ന്. ഇത്രയൊക്കെ ചിന്തിച്ചിട്ടും അവരാലോചിക്കുന്നില്ല. ഒരു പ്രോഗ്രാം നടത്തുന്ന ചാനൽ അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്, പിന്നെ നിങ്ങളുടേതും ചാനൽ തന്നെയാണ്, പേഴ്സണലി നിങ്ങൾ ആരംഭിച്ച ചാനൽ തന്നെയാണ്. ഇതിൽ നിങ്ങൾ റേറ്റിംഗ് അല്ല സബ്സ്ക്രൈബേഴ്സാണ് കൂട്ടാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ പേഴ്സണലി നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയാണ് അവരുടെ ടോക്ക്. അതായത് അവർ 24 മണിക്കൂറും സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, കേൾക്കാത്ത ആളുകളുണ്ടാവും. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് തലച്ചോറില്ലേ, അവർക്ക് അഭിപ്രായങ്ങളില്ലേ, അവർക്ക് ചിന്തിച്ചൂടെ? പിന്നെ നിങ്ങൾ എന്തിന് ഒരു അഭിപ്രായം
ഇതാണെന്നാക്കി തീർക്കുന്നു. ഒരു സിറ്റുവേഷൻ എടുത്തിട്ടൊക്കെ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. ആ ക്ലിപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യമോ അതിന് മുമ്പുണ്ടായതോ അതിന് ശേഷം അവർ ക്ഷമ പറഞ്ഞോ ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല.